ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. എംകോം ഫോർത്ത് സെം അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അഥവാ ABC. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജീരിയൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, ഇവ മൂന്നുമാണ് നമ്മുടെ മേജർ അക്കൗണ്ടിങ് ക്ലാസിഫിക്കേഷൻ. ഇതിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ABC കോസ്റ്റിംഗ്, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇതിലെ ABC കോസ്റ്റിംഗ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ABC കോസ്റ്റിങ്ങിൻ്റെ ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്? ABC ഈസ് എ കോസ്റ്റിംഗ് മെത്തേഡ് ദാറ്റ് അസൈൻസ് കോസ്റ്റ് ടു പ്രൊഡക്ട്സ് ഓർ സർവീസസ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ദം. ഒരു വസ്തു ഉണ്ടാക്കാനുള്ള പല പല ആക്ടിവിറ്റീസ് കാണുമല്ലോ. ഇപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങുക, അതൊരു ആക്ടിവിറ്റിയാണ്. അത് പ്രോസസ്സ് ചെയ്യുക, അത് വേറൊരു ആക്ടിവിറ്റിയാണ്. ഇനി പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ അത് അസംബിൾ ചെയ്യുക, അത് വേറൊരു ആക്ടിവിറ്റി. അത് പാക്ക് ചെയ്യുക. അങ്ങനെ ഈ ആക്ടിവിറ്റീസിനുണ്ടാകുന്ന ചെലവിൻ്റെ ബേസിസിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു രീതിയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ യു ആർ മേക്കിംഗ് കസ്റ്റം ടീഷർട്ട്സ്. Instead of just focusing on general things like labor or materials, ABC also considered time spent on designing, cutting and sewing. കൂടുതൽ കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ABC കോസ്റ്റിംഗ്. ഇപ്പോൾ സാധാ ടീഷർട്ട്സ് എല്ലാവർക്കും വേണ്ടി ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കാനായിട്ട് പാടൊന്നുമില്ല. എല്ലാ ടോട്ടലായിട്ടുണ്ടായിരുന്ന എക്സ്പെൻസ് എല്ലാം കൂടി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ചെയ്യുമ്പോൾ ഒരു ടീഷർട്ടിൻ്റെ വില കിട്ടും. എന്നാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അങ്ങനെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ആ ടീഷർട്ടിന് വേണ്ടി ഇടുന്ന എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ അവർ അല്ലെങ്കിൽ എക്സ്ട്രാ ഐറ്റംസ്, അതിൻ്റെയും കൂടെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കസ്റ്റമൈസ്ഡ് ടീഷർട്ടിൻ്റെ വില കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കേസിൽ എത്ര സമയമാണ് ആ ഒരു കസ്റ്റമൈസ്ഡ് ടീഷർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്, ടൈം സ്പെൻഡ് ഫോർ ഡിസൈനിങ്, ടൈം സ്പെൻഡ് ഫോർ കട്ടിങ്, ടൈം സ്പെൻഡ് ഫോർ സൂയിങ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമൈസ്ഡ് ടീഷർട്ടിൻ്റെ വില കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ബേസിലാണ് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഒരു മെത്തേഡാണ് ABC കോസ്റ്റിംഗ്. അപ്പോൾ ABC കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് മെഷേർഡ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ടീഷർട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ടീഷർട്ടാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. അതിനു വേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് കോസ്റ്റ് ഒബ്ജക്റ്റ്? പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് മെഷേർഡ്. എന്തിനു വേണ്ടിയാണോ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയാണോ കോസ്റ്റ് മെഷർ ചെയ്യുന്നത്, അതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ്, റിസോഴ്സസ് അഥവാ വിഭവങ്ങൾ. ഇൻപുട്സ് ഓർ ഫാക്ടേഴ്സ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഓർ സർവീസസ്. ഈ സാധനങ്ങളോ സേവനങ്ങളോ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്സ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫാക്ടേഴ്സ് അഥവാ വിഭവങ്ങളാണ് റിസോഴ്സസിൽ വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ സ്പെസിഫിക് ടാസ്ക് ഓർ ആക്ഷൻ ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ പെർഫോം ചെയ്യുന്ന ആ ഒരു ആക്ഷൻ അഥവാ വർക്ക് ഡൺ ആണ് ആക്ടിവിറ്റി. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ കസ്റ്റമൈസ്ഡ് ടീഷർട്ടിൻ്റെ കേസിൽ ആ ടീഷർട്ട് ഡിസൈൻ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, കട്ട് ചെയ്യുന്നത് അടുത്ത ഒരു ആക്ടിവിറ്റിയാണ്, സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്തൊരു ആക്ടിവിറ്റിയാണ്, ഇനി അത് വേണ്ട രീതിയിൽ പാക്ക് ചെയ്യുന്നത് വേറൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടോ അതെല്ലാമാണ് ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസിൻ്റെ കോസ്റ്റാണ് നമ്മൾ ABC കോസ്റ്റിങ്ങിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് കോസ്റ്റ് ഡ്രൈവേഴ്സ്. ഫാക്ടേഴ്സ് ദാറ്റ് ഡയറക്ട്ലി കോസസ് ദ കോസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റിന് കാരണമാകുന്ന ഫാക്ടർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു ഡിസൈനിങ് ഒരു കോസ്റ്റാണ്, ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞു. ആ ഡിസൈനിങ്ങിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഡിസൈനിങ്ങിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാം അതിന് ഡിസൈനർക്ക് കൊടുക്കുന്ന ആ ഒരു സാലറി ഒക്കെ വെച്ച്. പക്ഷെ അത് ഓരോ ടീഷർട്ടിലോട്ടും ഓരോ പ്രൊഡക്റ്റിലോട്ടും എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്? എത്ര മണിക്കൂർ ആ ഒരു ഡിസൈനർ ആ ഒരു ടീഷർട്ടിന്മേൽ ചിലവഴിച്ചു എന്നതിൻ്റെ ബേസിസിൽ. സോ അവേഴ്സ് വർക്ക്ഡ് ഒരു കോസ്റ്റ് ഡ്രൈവറാണ്. അപ്പോൾ എന്താണ് കോസ്റ്റ് ഡ്രൈവർ? ഫാക്ടേഴ്സ് ദാറ്റ് ഡയറക്ട്ലി കോസസ് ദ കോസ്റ്റ് ഓഫ് എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റ്
അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കോസ്റ്റ് ഡ്രൈവർ. അടുത്തത് കോസ്റ്റ് പൂള്. കോസ്റ്റ് പൂൾ ഈസ് ദ കളക്ഷൻ ഓഫ് കോസ്റ്റ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ആക്ടിവിറ്റി. ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ആണ് കോസ്റ്റ് പൂൾ ABC കോസ്റ്റിങ്ങിൽ. ഓരോ ആക്ടിവിറ്റിക്കും പല കോസ്റ്റ് പൂൾസ് കാണും. ഇപ്പോൾ ടീഷർട്ടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഡിസൈനിങ് ഒരു ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞു. ഡിസൈനിങ് എന്നുള്ള ആക്ടിവിറ്റിയിൽ പല കോസ്റ്റ് പൂൾസ് ഉണ്ട്. ഒന്ന് ഡിസൈനർക്ക് കൊടുക്കുന്ന ആ ഒരു സാലറി, പിന്നെ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സ്പെൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് എല്ലാം കൂടെ ചേരുന്നതാണ് കോസ്റ്റ് പൂള്. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും കോസ്റ്റ് പൂളിനെ കോസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ ബേസിൽ പല പല പ്രൊഡക്ട്സിലോട്ട് അലോക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് അലോക്കേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞാൽ, ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ഒരു കോസ്റ്റ് പൂളാണ്. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എംപ്ലോയീസ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, അതൊരു കോസ്റ്റ് ഡ്രൈവറാണ്, നമ്പർ ഓഫ് അവേഴ്സ്. അതിൻ്റെ ബേസിസിലാണ് എയിലോട്ട് ഇതിൽ എത്ര കോസ്റ്റ് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സാലറിയിൽ എത്ര എയിലോട്ടും എത്ര ബിയിലോട്ടും കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനാണ്? എക്ക് വേണ്ടി എംപ്ലോയീസ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ബിക്ക് വേണ്ടി എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നതിൻ്റെ ബേസിസിലാണ്. നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഈ ചാപ്റ്റർ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യും. ഇത്രയും മനസ്സിലാക്കുക, കോസ്റ്റ് പൂളിനെ കോസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ ബേസിസിൽ നമ്മൾ പല പല പ്രൊഡക്ട്സിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമ്പിൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ മെഷീൻ ആക്ടിവിറ്റി എക്സ്പെൻസ്. നമ്മുടെ ആക്ടിവിറ്റി എന്താണ്? മെഷീൻ റണ്ണിങ് ആണ്, മെഷീൻ വർക്കിംഗ് ആണ് ആക്ടിവിറ്റി. ഓക്കെ, അതിന് വന്ന ടോട്ടൽ എക്സ്പെൻസ് 3 lakh ആണ്. ഓക്കെ, ഈ മെഷീൻ 2 പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് എയും മറ്റൊന്ന് ബിയും. അപ്പോൾ 2 പ്രൊഡക്ട്സ് ഉണ്ട്, എയും ബിയും. ഈ എയും ബിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു മെഷീൻ റൺ ചെയ്തപ്പോൾ ടോട്ടൽ ആ മെഷീൻ ഉണ്ടായ ചിലവാണ് 3 lakh. അപ്പോൾ എയിലോട്ടും ബിയിലോട്ടും ഈ ഒരു 3 lakh നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഫർദർ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്താണ്? മെഷീൻ അവേഴ്സ് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് 6 മണിക്കൂർ മെഷീൻ റൺ ചെയ്യണം. അപ്പം ടോട്ടൽ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 1000 യൂണിറ്റ്സ്. അപ്പോൾ ടോട്ടൽ എക്ക് വേണ്ടി മെഷീൻ എത്ര റൺ ചെയ്തിട്ടുണ്ട്? 6000 അവേഴ്സ്. അതുപോലെ ബിയുടെ കേസിലും 2000 യൂണിറ്റ്സ് ആണ് ബി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു യൂണിറ്റിന് 1.5 അവേഴ്സാണ് മെഷീൻ വർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ബിക്ക് വേണ്ടി മെഷീൻ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? 3000. അപ്പോൾ ഈ 3000 പ്ലസ് 6000 9000 ആണ് മെഷീൻ ടോട്ടൽ വർക്ക് ചെയ്തത്. ഈ 9000 അവേഴ്സ് വർക്ക് ചെയ്തതിന് മെഷീന് വന്ന ചിലവാണ് 3 lakh. ഇനി ഇത് പ്രൊഡക്ട്സിലോട്ട് അലോക്കേറ്റ് ചെയ്യണം. 1 മണിക്കൂർ മെഷീൻ റൺ ചെയ്യുന്നതെങ്കിൽ മെഷീന് വന്ന ചിലവ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? എക്സ്പെൻസ് 3 lakh. ടോട്ടൽ മെഷീൻ വർക്ക്ഡ് എത്രയാണ്? 9000 അവേഴ്സ്. അപ്പം 1 മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് മെഷീന് വരുന്ന കോസ്റ്റ് എത്രയാണ്? ₹33.33 പെർ അവർ. ഓക്കെ, അപ്പം ഇനിയിപ്പം എ എത്ര വർക്ക് ചെയ്തു, ബി എത്ര വർക്ക് ചെയ്തു എന്നതിൻ്റെ ബേസിൽ എക്കും ബിക്കും ഇത് അലോക്കേറ്റ് ചെയ്യാമല്ലോ. അപ്പം എ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് വേണ്ടി 6000 അവേഴ്സാണ് മെഷീൻ റൺ ചെയ്തത്. ഓക്കെ, അപ്പം 1 മണിക്കൂർ റൺ ചെയ്യണമെങ്കിൽ 33.33 രൂപയാണ് മെഷീന് ചിലവ് വരുന്നത്. അപ്പോൾ 6000 ഇൻറ്റു 33.33 ചെയ്യുമ്പം 2 lakh ആണ് പ്രൊഡക്റ്റ് എയ്ക്ക് വേണ്ടി മെഷീൻ ആക്ടിവിറ്റിയിൽ നിന്നും വന്ന ചിലവ്. അതുപോലെ ബിയുടെ കേസിൽ 3000 ആണ് ബിക്ക് വേണ്ടി ടോട്ടൽ മെഷീൻ റൺ ചെയ്തത്. അപ്പോൾ 3000 ഇൻറ്റു 33.33 ചെയ്തപ്പോൾ 1 lakh ആണ് പ്രൊഡക്റ്റ് ബിക്ക് വേണ്ടി മെഷീൻ ആക്ടിവിറ്റിയിൽ നിന്നും വന്ന ചിലവ്. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും പ്രൊഡക്റ്റിന് എത്ര ചിലവുണ്ടാകുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിലൂടെ എവിടെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മെഷീൻ ആക്ടിവിറ്റിയുടെ എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ എംപ്ലോയി കോസ്റ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി എല്ലാം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെയാണ് ഒരു കൺട്രോൾ വരുത്തേണ്ടത്, ഏത് ആക്ടിവിറ്റിയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
സോ കോസ്റ്റ് കൺട്രോളിങ്ങിൽ ABC കോസ്റ്റിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. സോ ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് ഈ എക്സാമ്പിളിൻ്റെ ബേസിസിൽ ABC കോസ്റ്റിങ്ങിനെ ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാം. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് ഫസ്റ്റ് ഫൈൻഡിങ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ആൻഡ് ദെൻ അലോക്കേറ്റ് ഇറ്റ് ടു ഡിഫറെൻറ്റ് കോസ്റ്റ് ഒബ്ജക്റ്റ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഡ്രൈവേഴ്സ്. നമ്മൾ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റിയുടെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു കോസ്റ്റ് പല കോസ്റ്റ് ഒബ്ജക്ട്സിലോട്ടും കോസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ ബേസിസിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ABC കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഒബ്ജക്ട്സ് ഒക്കെ എന്നാന്ന് ഒന്നുകൂടെ പറയാം. കോസ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റാണ്, ഫൈനൽ പ്രൊഡക്റ്റിലോട്ടാണ് നമ്മൾ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ടാസ്കുകളാണ്. അതുപോലെ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ജസ്റ്റ് ABC കോസ്റ്റിങ്ങിന് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. താങ്ക്സ് ഫോർ വാച്ചിങ്.